ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു കപ്പ് നൂൽപുട്ടെല്ലാം ഉണ്ടാക്കുന്ന പൊടി, നൈസായി പൊടിച്ച് വറുത്തെടുത്ത പൊടി. ആ പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് പലഹാരം ഉണ്ടാക്കാം. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ ദിവസവും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ സ്നാക്കായോ കഴിക്കാം. ഇത് തയ്യാറാക്കാനായി മിക്സി ജാറിലേക്ക് 10 ചക്കപ്പഴം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കണം. പൊടി ചെറുതായി തരിതരിയാക്കി പൊടിച്ചെടുത്താൽ മതി, നൈസായി അരച്ചെടുക്കണ്ട. ഇനി മിക്സി ജാറിലേക്ക് 1 കപ്പ് നൂൽപുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് 1 ഏലക്കായയുടെ അരി, 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം. 1 നുള്ളു ഉപ്പ്, 1 കപ്പ് പശുവിൻ പാൽ. അരിപ്പൊടി എടുത്ത കപ്പ് തന്നെ 1 കപ്പ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കണം. പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാലോ സാദാ വെള്ളമോ ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലോ തേങ്ങാപ്പാലോ ചേർത്താലാണ് ഇത് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഈ പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത്, നെയ്യ് ഒന്ന് ചൂടായി വരണം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത്, ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് പൊടിച്ച് വെച്ച ചക്ക ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചക്കപ്പഴത്തിൽ വെള്ളമൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക. എള്ള് ആദ്യം ജീരകം വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനത് ചേർക്കാൻ വിട്ടുപോയി. എള്ളൊന്ന് മൂപ്പിച്ചെടുക്കണം. എള്ള് മൂപ്പിച്ചെടുത്ത് ചക്കയിലേക്ക് യോജിപ്പിച്ച് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ഇത് മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത്, ചിരകിയ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ചിരകിയ തേങ്ങ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തേങ്ങയും ചക്കപ്പഴവും നെയ്യെല്ലാം കൂടെ നല്ലപോലെ ഇതിൽ ചൂടായി വരുന്ന സമയത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മാവിലേക്ക് ഇതിട്ട് കൊടുക്കണം. നല്ലൊരു മണം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതിൽ1 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1 കപ്പും പിന്നെ വെള്ളം വേണമെങ്കിൽ നോക്കി ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഈ പാകത്തിൽ കിട്ടണം ലൂസാക്കിയിട്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി അതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുത്ത്, മാവ് മുഴുവനായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലായി കുറച്ച് തേങ്ങയും എടുത്തു വെച്ച ചക്കപ്പഴവും ചേർത്ത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് സിമ്മിലിട്ട് വെക്കണം. ആ പാത്രം ചൂടായതിന് ശേഷം സിമ്മിലിട്ട് അടിവശം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ നല്ല സൂപ്പർ അപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് മറച്ചിട്ട ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ച് അടിവശവും മൊരിയിച്ചെടുക്കണം. നമ്മുടെ സൂപ്പർ അപ്പം റെഡിയായി. ഇനി ഇത് നമുക്ക് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നമ്മൾ കഴിച്ചാൽ പിന്നെ ദിവസവും ഉണ്ടാക്കി കഴിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.